ഒക്ടോബറിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മുഖ്യ പരിഗണന മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയ്ക്കായിരിക്കുമെന്ന് ചെയർമാൻ അനിൽ ജെയിൻ. ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ മുഴുവൻ അംഗങ്ങളും ചുമതലയേറ്റെന്നും മുഴുവൻ തസ്തിക രൂപീകരണം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നും പ്രവർത്തനം പൂർണ്ണതോതിലാകുമെന്നും അദ്ദേഹം അറിയിച്ചു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ കണക്കിലെടുത്ത് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഡീൻ ക്യൂരിയക്കസ് എം പിയെ നേരിട്ട് സന്ദർശിച്ചപ്പോഴാണ് ചെയർമാൻ ഇക്കാര്യം അറിയിച്ചത്. വീണ്ടും ഒരു ദുരന്തം കൂടി ആവർത്തിക്കാതിരിക്കാൻ അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുക എന്നുള്ളതെന്നും ഡീൻ ക്യൂരിയക്കസ് അതോറിറ്റിയെ അറിയിച്ചു. 2021 കേന്ദ്ര സർക്കാർ പാസാക്കിയ ഡാം സേഫ്റ്റി ആക്ടിന്റെ സെക്ഷൻ 9 അനുസരിച്ച് ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതോറിറ്റിക്ക് നേരിട്ട് ചെയ്യാനാകും. കൂടാതെ 2022 ഏപ്രിൽ 8 സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് മേലോട് സമിതി എന്തൊക്കെ ഘടകങ്ങളാണോ നോക്കുന്നത് അവയെല്ലാം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വരും. ഇതനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പരിശോധനയും നിരീക്ഷണം, ഇൻസ്പെക്ഷൻ, ഓപ്പറേഷൻ, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവയെല്ലാം അതോറിറ്റിക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ്. ഇതോടെ മേലോട് സമിതി ഇല്ലാതാവുകയും തമിഴ്നാടിന് ഡാമിന് മുകളിലുള്ള നിയന്ത്രണം കുറയുകയും ചെയ്യുമെന്ന് ഡീൻ പറഞ്ഞു. KPCC സെക്രട്ടറി ജെയിംസ് ജോസഫും ഡീനിനൊപ്പം ഉണ്ടായിരുന്നു.